PM ശ്രീ കരാറിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഉപസമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. UDF-ൽ ആലോചിച്ചതിന് ശേഷമേ തീരുമാനമെടുക്കുമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. അത് എന്ത് ചെയ്യണം, ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നത് ആലോചിക്കുകയാണ് ഞങ്ങളൊരു പുതിയ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ വെച്ചത്. 2 തവണ യോഗം ചേർന്നു. UDF-ഉമായിട്ടുള്ള ചർച്ചകൾ അതിൽ ആവശ്യമുണ്ട്. അതെല്ലാം വളരെ വൈകാതെ ഞങ്ങൾക്ക് 1 മാസത്തെ സമയമുണ്ട് ക്യാബിനറ്റ് സബ് കമ്മിറ്റിക്ക്. ആ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇതിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം, ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ ഒരു അഭിപ്രായം ഗവൺമെൻറ്റിന് കൈമാറും. ഗവൺമെൻറ് മുഖ്യമന്ത്രിയാണ് ഇതിൽ ഫൈനൽ പ്രഖ്യാപിക്കേണ്ടത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ചേതൻ, വീണ്ടും അതേ തെറ്റിദ്ധരിപ്പിക്കൽ എൻ ഷംസുദ്ദീൻ നടത്തുകയാണ്. ഒരിക്കൽ പോലും PM ശ്രീയിൽ കരാറിൽ ഒപ്പിട്ടിട്ടില്ല, ഒരു പണം വാങ്ങിയിട്ടില്ല. ഇപ്പോഴും പഴയ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PM ശ്രീയുടെ പേരിലാണ് ജനങ്ങളെ പറ്റിച്ച് UDF വോട്ട് നേടിയത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് തീരുമാനമെടുക്കുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ മുകളിൽ വീണ്ടും ചുമതല കൊണ്ടുവെക്കുകയാണ്. എന്താണ് ഷംസുദ്ദീൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ? PM ശ്രീ പൊതുവെ UDF-ൽ കേരളമുഖ്യമായി തുടരുകയാണ്. അദ്ദേഹം ഇന്ന് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ ഈ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപസമിതി റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കരാറിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പിന്നീട് തീരുമാനിക്കുന്നതായിരിക്കും. വിഷയം UDF-ൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. മുഖ്യമന്ത്രി കൂടി അഭിപ്രായം ശരി ചേതൻ സാജനാണ് ഷംസുദ്ദീന്റെ PM ശ്രീയിലെ തെറ്റിദ്ധരിപ്പിക്കലെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.